ഹായ് ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അതാ വീടും പരിസരമൊക്കെ മാറിയുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ എൻ്റെ വീട്ടിലാണ് വന്നേക്കണേ. അപ്പോൾ ജസ്റ്റ് ചുമ്മാ ഇരിക്കാറുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കലാന്ന് വിചാരിച്ച് എന്നാൽ പിന്നെ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാ ബീഫാണ് കേട്ടോ മേടിച്ചാണ്. ബീഫിനുള്ള സവാളയും വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സവാളയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചേക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ അതാ ബീഫ് അങ്ങനെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അത്യാവശ്യം നെയ്യും കാര്യങ്ങളൊക്കെ ഉള്ള ബീഫാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ബീഫ് വെള്ളത്തിലിട്ടുണ്ട്. ഉമ്മച്ചിയുടെ ഫോൺ വിളിച്ചുകൊണ്ട് എടുക്കുന്നുണ്ട്. നിച്ചുക്കുട്ടൻ അവിടെ അടുക്കളയിലുണ്ട്. വാപ്പിച്ച് ഇതാ ഇവിടെ കിടക്കുന്നുണ്ട്, ചുമ്മാ കിടക്കണയാണ് കേട്ടോ. അപ്പോൾ അതാ വാപ്പിച്ച് ഞാൻ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇവിടെ വന്നിട്ടുള്ള വ്ളോഗ് അധികം എൻ്റെ കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കണേ. ഞാൻ അങ്ങനെ ഇവിടെ വന്ന് നിൽക്കലേയും കുറേ വരും, അപ്പോൾ കുറച്ച് നേരം ഇരിക്കും, എന്നിട്ട് അപ്പോൾ തന്നെ പോവും. അങ്ങനെയൊക്കെയാണ്. ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് വന്ന് കുറച്ച് നേരം നിൽക്കും. ഞാൻ വൈകുന്നേരം തന്നെ പോകും കേട്ടോ. അങ്ങനെ നിൽക്കാറൊന്നുമില്ല. നേരത്തെ ഇടയ്ക്ക് വന്ന് നിൽക്കുമായിരുന്നു. പിന്നെ നിച്ചൂറിന് സ്കൂളിലൊക്കെ പഠിത്തമുള്ളതുകൊണ്ട് നിൽക്കാറുള്ളത് ഞായറാഴ്ചയാണ് കേട്ടോ. ഞായറാഴ്ച ചെയ്തുകൊണ്ട് ഇപ്പോൾ നാളെ നിച്ചൂറിന് സ്കൂളിൽ പോകണമല്ലോ. അപ്പോൾ പിന്നെ ചുമ്മാ അവനക്ക് ട്യൂഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതാണ് ഞങ്ങൾ ഉച്ചയായപ്പോൾ ചുമ്മാ പോകുന്നതാണ്. അപ്പോൾ അതാ അങ്ങനെ കുറച്ച് നേരം ഇനി ഫ്രണ്ടിലിറങ്ങി അങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇടയ്ക്കുള്ള സ്വഭാവമാണ് ഇങ്ങനെ ഇറങ്ങിയിരിക്കലും കാര്യങ്ങളൊക്കെ. നല്ല സുഖമാണ് കേട്ടോ ഇവിടെ വന്നിരിക്കാൻ. അത്യാവശ്യം നല്ല തണൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ മാവൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല തണൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിച്ചുകുട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. എൻ്റെ വ്ളോഗിൽ വീട് കാര്യങ്ങളെയും കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഹോസ്പിറ്റൽ വ്ളോഗിലെ കാര്യങ്ങളൊക്കെ ഞാൻ പോകുമ്പോൾ വീടൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ വാപ്പിച്ച ഞാനിവിടെ കിടക്കുന്നുണ്ട്. ചുമ്മാ എടുക്കുന്നതാണ് കേട്ടോ. ഉച്ചക്കുറങ്ങൊന്നുമില്ല വാപ്പിച്ചൊന്നും. അതിഞ്ഞിട്ട് നിച്ചുകുട്ടി അവിടെ കിടന്ന് ഓരോന്ന് പറക്കി കളിച്ചുകൊണ്ട് കിടക്കണ്ട. ഒരേ വണ്ടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് വാപ്പിച്ചിനെയും കൂട്ടുപിടിച്ച് കളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ തയ്യൽ മെഷീനാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ജിമ്മ് തുണികളെയും കൂട്ടിയിട്ടിട്ടുണ്ട്, അലക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പലക്കള്ള നാളെ രാവിലെ ചിലപ്പോൾ മിഷ്യത്തിലിടാനുള്ള തുണികളൊക്കെയാണ്. അപ്പോൾ അമ്മച്ചോടെ അങ്ങനെ ഇറച്ചി കഴിവായിരിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ സവാളയും കാര്യങ്ങളൊക്കെ വാട്ടാമെന്ന് വിചാരിച്ച് സവാള, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി എന്നീ സംഭവങ്ങളൊക്കെ ഇട്ട് വരട്ടണയാണ് കേട്ടോ. വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ കുക്കറിൽ തന്നെ ഇട്ട് വഴറ്റുവാണ്. പിന്നെ വേറെ പാത്രങ്ങളിലേക്ക് ആക്കണ്ടല്ലോ എന്ന് വെച്ചാൽ പിന്നെ കുക്കറിൽ തന്നെ ഇട്ട് വേവിക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉമ്മച്ചി അവിടെ നിന്ന് ഇഞ്ചി ചിരണ്ടുണ്ട്. ഇഞ്ചി ഞാൻ ചിരണ്ടിയിലായിരുന്നു. സവാള ഞാൻ അരിഞ്ഞതൊന്നുമല്ല കേട്ടോ, ഉമ്മച്ചി അരിഞ്ഞ് വെച്ചതാണ്. തക്കാളിയും പച്ചമുളകും മാത്രമാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളൂ എൻ്റെ അകത്തേക്ക്. അപ്പോൾ അങ്ങനെ ഇനി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം ഒരുപാട് കൊണ്ട് വെന്ത് കുഴയൊന്നും വേണ്ട. കാരണം നമ്മൾ ഈ കുക്കറിൽ ഇട്ട് അടുപ്പിക്കുമ്പോൾ നല്ലോണം വെന്ത് ഉടഞ്ഞോളൂല്ലോ. നമ്മൾ ഇറച്ചിയോട് ഇട്ട് അടുപ്പിക്കുമ്പോൾ നല്ലോണം വെന്തോളും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴയ്ക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ കുക്കറിൻ്റെ മൂടിയും കൊണ്ട് തന്നെ ഞാൻ മൂടും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വഴറ്റിയിട്ടും അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മച്ചി ഇഞ്ചിയൊക്കെ അരിഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഇഞ്ചിയോടെ അതിലേക്ക് ഇടാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് അങ്ങോട്ട് അടച്ച് മൂടി വയ്ക്കാം. ഞാൻ ഈ സവാളയൊക്കെ വഴറ്റുന്ന സമയത്ത് ഞാൻ പാകത്തിനുള്ള ഉപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് പിന്നെ ഇറച്ചിക്ക് ഇട്ട് ഇറച്ചി വെന്തതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ മാത്രമാണ് വീണ്ടും ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ കുറച്ച് കറിവേപ്പിലയോടെ ഇട്ട് കൊടുത്താൽ കേട്ടോ. അതിലേക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. ഞാൻ ഇതിൻ്റെ അകത്ത് വഴറ്റിയ സമയത്ത് ഇച്ചിരി ഇട്ട് കൊടുത്തു എന്നുള്ളൂ. അപ്പോൾ ഇതാ അത്യാവശ്യം മൈൻഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മൈൻഡ് കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങോട്ട് മൈൻഡ് കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ഒത്തിരി മൈൻഡ് കുഴഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല. നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടിയും കൂടി കേട്ടോ. മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഇട്ടിടുന്നത് അതൊക്കെ നിങ്ങളുടെ ചാറും തോരം വേണം. നല്ലോണം കുഴമ്പും നല്ല കുറുകിയിരിക്കണ കറിയാണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ നമുക്ക് മീറ്റ് മസാലയോടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ മസാല ഉള്ളെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏത് മസാലയാണ് ഞാൻ അങ്ങനെയൊന്നും നോക്കാറൊന്നുമില്ല കേട്ടോ. ഞാൻ ഉള്ള മസാല ഇട്ട് കൊടുക്കും, അതാണ് കേട്ടോ. അതുണ്ടെങ്കിൽ അതിനനുസരിച്ചായിട്ട് ഇട്ട് കൊടുക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ചിക്കൻ മസാലയാണ്, ചിക്കൻ മസാല അങ്ങനെ ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് ഗരം മസാലയോടെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ഗരം മസാല ഇല്ല, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കണ്ടോ. അപ്പോൾ അത്യാവശ്യം കളറൊക്കെ മസാലപ്പൊടിയൊക്കെ ഇട്ട് അത്യാവശ്യം കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും നമ്മുടെ കറിക്ക് നല്ലൊരു കളറ് കിട്ടുള്ളൂ. ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം ഉള്ളി വഴറ്റി കഴിഞ്ഞതിന് ശേഷം മസാലപ്പൊടികളൊക്കെ ഇട്ട് അത്യാവശ്യം ഒന്ന് വഴറ്റി ഇട്ട് അത്യാവശ്യം ഒന്ന് മൂപ്പിച്ചെടുക്കണം. മറ്റേ പൊടികൾക്കിടെ ഈ പച്ചമണിയൊക്കെ ഒന്ന് മാറി നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇപ്പോൾ കഴുകി വരി വെച്ചിട്ട് ഒത്തിരി നേരം ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടാവും. പിന്നെ കുറച്ച് വെള്ളമോടെ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളമോടെ ഒഴിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. ആദ്യം നമുക്ക് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മിക്സായി വരും. പക്ഷെ ഞാൻ വെള്ളം ഒഴിക്കാണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇച്ചിരി വെള്ളമോടെ ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കും. ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. കാരണം നിങ്ങൾ അപ്പോൾ കഴുകി എടുക്കുമ്പോൾ നമ്മൾ ഈ ബീഫിൽ വെള്ളം ഉണ്ടല്ലോ, ആ ബീഫിലെ വെള്ളം അതിലുണ്ടാവും. ഞാൻ ഇപ്പോൾ അതിൽ കുഞ്ഞ് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ചാറ് വേണം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇച്ചിരി വെള്ളമോടെ ഒഴിച്ച് കൊടുത്തേക്കണേ. എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ.
ചിക്കൻ ബീഫിലേക്ക് നല്ല മസാലയൊക്കെ പിടിക്കാൻ പാകത്തിന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ വിറകടുപ്പത്ത് നമ്മൾ ഉരുളിയിലൊക്കെ കറി വയ്ക്കത്തില്ലേ, അതിനും ഇതുപോലെ തന്നെ ചെയ്തത്. എന്നിട്ട് പിന്നെ നമ്മൾ അത്യാവശ്യം ഒന്നര വെള്ളം അതിൻ്റെ അകത്ത് ഊറി വെള്ളം ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം വെള്ളം കുറവാണെങ്കിൽ നമ്മൾ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളമോട് ഒഴിച്ചു കൊടുത്ത് അങ്ങനെ തന്നെ മൂടി വെച്ച് ഇങ്ങനെ വേവിക്കാം. അങ്ങനെ എനിക്കിഷ്ടമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഒത്തിരി ആയിട്ടോ ഞാൻ അങ്ങനെ വിറകടുപ്പത്തേക്കും വെച്ചിട്ട്. നേരത്തെ ഞാൻ വിറക് കത്തിക്കുന്ന സമയത്തേക്കാണ് ഞാൻ വയ്ക്കുന്നത്. ഇപ്പോൾ ഞങ്ങളങ്ങനെ വിറക് മേടിക്കാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീടിങ്ങനെ മാറിക്കൊണ്ട്, നമ്മുടെ സ്വന്തം വീടല്ലാത്തതുകൊണ്ട് വീടിങ്ങനെ മാറിക്കൊണ്ട് കിടക്കുന്ന സമയത്ത് വിറക് മറ്റിലേക്ക് ഭയങ്കര പാടായതുകൊണ്ട് ഇപ്പോൾ മേടിക്കാറില്ല. അപ്പോൾ അതാണ് കുക്കർ അങ്ങനെ അടച്ച് മൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ വന്നപ്പോൾ ചെറിയടിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. മുട്ട ബജി, പരിപ്പ് വട, അതുപോലെ തന്നെ പത്തിരി പൊരിച്ച്, ഇത്ര ഐറ്റംസ് കേട്ടോ. മുട്ട ബജി കൂടുതൽ ഇവിടെ ഇഷ്ടം നിച്ചുകൂട്ടനാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ മുട്ട ബജി. എനിക്കിഷ്ടമാണ് മുട്ട ബജി, മുളക് ബജി കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമുണ്ട്. പിന്നെ ഈ കുഞ്ഞ് പരിപ്പ്, നേരത്തെ 2 രൂപയ്ക്ക് നമ്മൾ മേടിക്കുന്ന പരിപ്പൊടി, ഇപ്പോൾ 2 രൂപയ്ക്കൊന്നും കിട്ടില്ല കേട്ടോ. അത് വേറെ കാര്യം. കുഞ്ഞ് പരിപ്പൊടി ഉണ്ടല്ലോ, നല്ല മുരിഞ്ഞിരിക്കണേ, അതും ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ലോണം മുരിഞ്ഞിരിക്കണം കുഞ്ഞ് പരിപ്പൊടി ആകുമ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് മുരിഞ്ഞ് കിട്ടും. വലിയ ചില പരിപ്പൊടി ഉണ്ടല്ലോ, വലിയ പൊന്തം പരിപ്പോട, പക്ഷെ അതിൻ്റെ ഉള്ളൊന്നും നല്ലോണം അങ്ങനെ എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞ് പരിപ്പൊടി ഉണ്ടല്ലോ, പരിപ്പൊടിയാണ് കേട്ടോ മേടിച്ചേനെ. അപ്പോൾ മുട്ട ബജിക്ക് തിന്നും. അതിൻ്റെ പരിപ്പൊട കേട്ടോ. ഈ പരിപ്പൊടിയുടെ അരിയാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ നമുക്ക് ഇങ്ങനെ കിട്ടില്ലായിരുന്നോ, ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്തേക്ക് ഇങ്ങനെ കിട്ടുക, ഒരു ഉന്തുവണ്ടിയിൽ ഇങ്ങനെ ഒരിക്കൽ കൊണ്ടുപോകാമായിരുന്നു. ഈ 2 രൂപയുടെ പരിപ്പോട, 2 രൂപയുടെ ഉള്ളിവട, അങ്ങനത്തെ കേട്ടോ. കുഞ്ഞു ഉള്ളിവട ഉണ്ടല്ലോ, ഉള്ളി ബജ്ജി എന്നൊക്കെ പറയും, അതും ഈ പരിപ്പൊടി കേട്ടോ. പക്ഷേ ഇപ്പം അത്രയും വിലയ്ക്കൊന്നും കിട്ടില്ല, അത് വേറെ കാര്യം. എന്നാൽ ഒരുപാട് വലിയ വിലയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ മേടിച്ചുകൊണ്ട് വന്നേ കേട്ടോ. എനിക്കിഷ്ടമാണ് കേട്ടോ. പക്ഷേ ഞാൻ എപ്പോഴും ഞാൻ അത് കഴിക്കാറില്ല. എണ്ണപ്പലഹാരമായതുകൊണ്ട് അങ്ങനെ അധികം ഞാൻ കഴിക്കാറില്ല കേട്ടോ. അങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു കൊതിയൊന്നോ മേടിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞതാ ഒരു ഗ്ലാസ് ചായയും കുടിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ പാൽച്ചായ അധികം കഴിക്കാറൊന്നുമില്ല, ഇടയ്ക്കൊക്കെ കുടിക്കാറുള്ളൂ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ജിമ്മിൽ പോകണോണ്ട് അത്യാവശ്യം ചായയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അവിടുത്തെ സാറിനോട് പറഞ്ഞു എനിക്ക് ചായ ഇല്ലെങ്കിൽ എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്. സാറ് പറഞ്ഞു കുഴപ്പമില്ല, മധുരം കുറച്ച് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ തേങ്ങാച്ചോറിനുള്ള തേങ്ങ ചിരണ്ടനെയാണ് കേട്ടോ. എനിക്ക് തേങ്ങാച്ചോറ് കുക്കറിൽ വയ്ക്കാൻ അറിയത്തില്ല കേട്ടോ. ഞാൻ മറ്റേ വിറകടുപ്പത്തേക്കാണ് വയ്ക്കുള്ളൂ. ഞാൻ കുക്കറിൽ ഇന്ന് വരെയും വെച്ചിട്ടില്ല കേട്ടോ തേങ്ങാച്ചോറ്. എനിക്ക് അറിയത്തോ ഇല്ല, ഞാനത് ചെയ്യാനിട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ ഉമ്മച്ചി ഉണ്ടാക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ എന്താണ് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ നിങ്ങൾക്കും പറഞ്ഞു തരാമല്ലോ എന്ന് ഓർത്തിട്ടാ. പക്ഷെ ഞാൻ ഇന്നുവരെ ഉണ്ടാക്കാത്തൊരു സാധനം കേട്ടോ തേങ്ങാച്ചോറ് എന്ന് പറഞ്ഞപ്പോൾ ഉമ്മച്ചി അരി കഴുകിയിട്ടണേ കേട്ടോ. കുക്കറിലേക്ക് അരി കഴുകിയിട്ട് കൊടുക്കണയാണ്. ഇതിൻ്റെ കറക്റ്റ് റെസിപ്പി ഒന്നും എനിക്കറിയില്ല, ഞാൻ ഉമ്മച്ചിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മച്ചി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു തേങ്ങാപ്പാലാണ്, ഒരു തേങ്ങയുടെ പാലാണ് അത്. 1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് തേങ്ങാപ്പാൽ എന്ന രീതിക്ക് കേട്ടോ, അങ്ങനെ എടുത്തേണയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തേങ്ങാപ്പാൽ തികയാൻ നമ്മൾ 1-ാം പാൽ 2-ാം പാൽ അങ്ങനെ മാറ്റി വയ്ക്കുകയൊന്നും വേണ്ട. ഇത് മൊത്തത്തിൽ എടുത്തേണയാണ് കേട്ടോ. 1-ാം പാൽ 2-ാം പാൽ അങ്ങനെ മാറ്റി വയ്ക്കുകയൊന്നും വേണ്ട, മൊത്തത്തിൽ തേങ്ങാപ്പാൽ കേട്ടോ. ഒരു തേങ്ങയുടെ പാൽ മൊത്തം പിഴിഞ്ഞെടുത്തേക്കണയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് തേങ്ങാപ്പാൽ എന്ന രീതിയിൽ. ഇനി അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതങ്ങനെ അവിടെ മാറ്റി വെച്ചേക്കുക. ഉമ്മച്ചി പിന്നെ ഒരു തക്കാളിയോടെ അരിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ. കുഞ്ഞിതായിട്ട് തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ ഒരു പച്ചമുളക് ഉണ്ടല്ലോ, ഒരു പച്ചമുളക് ജസ്റ്റ് ഒന്ന് ഞെട്ട് കളഞ്ഞിട്ട് കൊടുക്കുക. അരിഞ്ഞിടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഞെട്ട് കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഗ്യാസ് കത്തിച്ച് നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് 5-6 ഉലുവ പൊട്ടിക്കുക. 5-6 കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഒരു സവാള നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടോ, കനം കുറച്ച് അരിഞ്ഞെടുക്കണം. അത് നമ്മൾക്ക് ഇതിലേക്കിട്ടൊന്ന് മൂപ്പിച്ച് വയ്ക്കണം കേട്ടോ. ഈ തേങ്ങാച്ചോറിലേക്കും ഉലുവ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ ഒരു പാൻ വെച്ച് കൊടുത്ത് നമ്മൾ ഉലുവയ്ക്ക് നല്ലോണം പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള അത്യാവശ്യം ഒന്ന് മൂത്ത് തന്നെ, നമ്മൾ ഈ നെയ്ച്ചോറിനൊക്കെ നമ്മൾ മൂപ്പിച്ചെടുക്കുന്നുണ്ടല്ലോ, വെളിച്ചെണ്ണയിൽ തന്നെ മൂപ്പിച്ചെടുക്കാൻ നോക്കാം കേട്ടോ. തേങ്ങാച്ചോറൊക്കെ വയ്ക്കുമ്പോഴേ വെളിച്ചെണ്ണയിൽ തന്നെ മൂപ്പിച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ സവാളയ്ക്ക് അത്യാവശ്യം നല്ലോണം മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകം മതി കേട്ടോ. ഇനി നമ്മൾ ആ കുക്കറിലേക്ക് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചാൽ തേങ്ങാപ്പാൽ അരി സാധനങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങളെന്താണ് മൂപ്പിച്ച് വെക്കണം കേട്ടോ, എന്നാലാണ് കേട്ടോ ഒരു തേങ്ങാച്ചോറിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരുള്ളൂ. പിന്നെ ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനെയുള്ള സാധനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കാം. ഉമ്മച്ചിൻ്റെ അകത്തേക്കൊന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. അത് ഇട്ട് കൊടുത്തില്ലെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉമ്മച്ചി അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല. പിന്നെ കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്.
അല്ലാണ്ട് പട്ട ഗ്രാമ്പു അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇട്ട് കൊടുക്കുക. പക്ഷെ ഞാൻ വയ്ക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ ഞാൻ കുക്കറിൽ ഇന്നൊരു വെച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. കുക്കറിലല്ല ഞാൻ കൂടുതലും വയ്ക്കണം. ഞാൻ മറ്റേ സാധാ വയ്ക്കുന്നുണ്ടല്ലോ നമ്മൾ പാത്രത്തിൽ വെള്ളമൊക്കെയും വറ്റിച്ച് അങ്ങനെയാണ് കേട്ടോ ഞാൻ വയ്ക്കണേ. എനിക്ക് ഇങ്ങനെ വയ്ക്കാൻ അറിയാൻ പാടില്ല. ഞാൻ ഇന്നൊരു വെച്ച് നോക്കിയിട്ടുമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ കച്ചമ്പറ് കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. കച്ചമ്പറ് സർലാസ് എന്നൊക്കെ പറയില്ല, കച്ചമ്പറ് ഞങ്ങളിവിടെ കച്ചമ്പറ് എന്നാണ് കൂടുതലും പറയണത്. അപ്പോൾ അതങ്ങനെ കച്ചമ്പറ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മച്ചി അവിടെ മോരുകറിയും വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങാച്ചോറിലേക്ക് ബീഫ് കറി ഉണ്ടെങ്കിൽ മോരുകറി മസ്റ്റാണ് കേട്ടോ. നെയ്ച്ചോറിലേക്കാണെങ്കിൽ പരിപ്പ് കറിയും തേങ്ങാച്ചോറിലേക്കാണെങ്കിൽ മോരുകറി കേട്ടോ. അങ്ങനെയാണ്. അടിപൊളി കോമ്പിനേഷൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബീഫും തേങ്ങാച്ചോറും ബീഫും മോരുകറിയും. പിന്നെ കണ്ടോ ബീഫ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ പറയും കളറ് കിട്ടണമെങ്കിൽ നമ്മൾ മസാലയ്ക്ക് അത്യാവശ്യം നല്ലോണം മൂത്ത് കിട്ടണം. പിന്നെ കുറച്ച് നെയ്യുണ്ടല്ലോ, കുറച്ച് നെയ്യുള്ള ബീഫ് കറി വയ്ക്കുമ്പോഴാണ് ടേസ്റ്റും ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ വാപ്പിച്ചി ബീഫൊക്കെ വാപ്പിച്ചി കൂടുതലും പോയി മേടിക്കാറ് വാപ്പിച്ചി പോയി മേടിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്യ് പിന്നെ അതുപോലെ തന്നെ എല്ല് കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇടിക്കും കേട്ടോ. വാപ്പിച്ചിക്ക് നേരത്തെ ബീഫിൻ്റെ പണിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പോകുന്നൊന്നുമില്ല, ഇപ്പോൾ റെസ്റ്റാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ചോറ് അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ബീഫ് ഇവിടെ വെന്തിട്ടുണ്ട്, കച്ചമ്പറായിട്ടുണ്ട്, മോര് കറി അവിടെ സെറ്റായിട്ടുണ്ട്. അടുക്കള കണ്ടിട്ട് വേറെ ഒന്നും വേണ്ട കേട്ടോ, ചെറിയ അടുക്കളയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സൗകര്യക്കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറെല്ലാം വെന്ത് നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇത് മൊത്തത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഇച്ചിരി വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഈ മൊത്തത്തിൽ നല്ലോണം മിക്സ് ചെയ്ത് ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചിട്ട് അതിന് മുകളിൽ ഒരു വാഴയിലയും വെച്ച് ഉമ്മിച്ച് തന്നെ മൂടി വയ്ക്കും. അങ്ങനെയാണ് കേട്ടോ കൂടുതലും ചെയ്യാറ്. അപ്പോൾ ആ വാഴയിലയുടെ മണവും കാര്യങ്ങളൊക്കെ ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. സന്ധ്യയായിട്ടും രാത്രിയായിട്ടുണ്ട് കേട്ടോ. ഉമ്മച്ചാടെ നിസ്കരിച്ച് കഴിഞ്ഞിട്ടിരിക്കണതാണ്. അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കുറച്ച് നേരം നിച്ചുകുട്ടനെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. മദ്രസയിലേക്കുള്ളതും സ്കൂളിലേക്കുള്ളതും പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നിച്ചുകുട്ടന് ചോറ് കൊടുക്കാൻ പോകണേ കേട്ടോ. ചോറ് കൊടുക്കാൻ മുമ്പ് പപ്പടം വയ്ക്കണല്ലോ, തേങ്ങാച്ചോറിന് പപ്പടം വേണമല്ലോ. അപ്പോൾ അങ്ങനെ പപ്പടം പൊരിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച വീഡിയോ എടുത്തായിരുന്നല്ലോ, അതിൻ്റെ ബാലൻസ് ഒന്നും എടുത്തില്ലല്ലോ. കാരണം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിച്ചുകുട്ടനെ പഠിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ളതുകൊണ്ടേ പിന്നെ പ്രത്യേകിച്ച് വീഡിയോയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. സ്കൂളിലേക്കും അതുപോലെ തന്നെ മദ്രസയിലേക്കും. സ്കൂളിലേക്കുള്ളത് അങ്ങനെയില്ല, പക്ഷേ മദ്രസയിലേക്കുള്ളതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ മദ്രസയിലേക്ക് എഴുതാനോ വായിക്കാനോ ഒന്നും അവൻ നിൽക്കത്തില്ല. അവർക്ക് പിന്നെ ഇങ്ങനെ മടിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ രാത്രി തന്നെ ഞാൻ എഴുതി വപ്പിക്കുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ടിട്ടാണ്. അപ്പം ഞാൻ വോയിസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഉണ്ടല്ലോ ഭയങ്കര സൗണ്ടായിരുന്നു. നിച്ചുകൂടെ ടി വി വെച്ചു. ഞാൻ കൂടെ ഇറങ്ങി പോകുന്ന സമയത്ത് നിച്ചുകൂടെ ടി വി വെച്ചാണ് കാരണം ഭയങ്കര സൗണ്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലെ ആണല്ലോ, അത് കാണാനായിട്ട് വെയിറ്റിംഗ് ആണ് ഞാൻ. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ പിന്നെയാണ് കേട്ടോ ഞാൻ ടി വി ഓണാക്കിയത്. കാരണം അവനെ പഠിപ്പിക്കാനുള്ളതുകൊണ്ടേ. അപ്പോൾ അതങ്ങനെ പപ്പടമൊക്കെ പൊരിച്ച് നിച്ചുകൂട്ടിന് തേങ്ങാച്ചോറും ബീഫും അതുപോലെ മോര് കറി, കച്ചമ്പർ, അച്ചാർ. അപ്പോൾ എല്ലാം സെറ്റായി. നിച്ചുകൂടെ വാരി കൊടുക്കണം. അവനെ തന്നെ കഴിപ്പിക്കുന്നില്ല, തന്നെ കഴിപ്പിച്ചാൽ ഫുള്ള് കഴിക്കത്തില്ല. വാരി കൊടുക്കുക എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വാരി കൊടുത്താലാണ് കേട്ടോ അവൻ കൂടുതലും കഴിക്കത്തുള്ളൂ. അങ്ങനെ ഒരു സ്വഭാവം നമ്മുടെ നിച്ചുകൂട്ടനുണ്ട്. അവൻ തന്നെ വാരി കൊടുക്കാൻ തന്നെ വാരി കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കുറച്ചൊക്കെ കഴിക്കുള്ളൂ. എന്ന് പറഞ്ഞിട്ടൊന്നും ഒന്നും കിട്ടുന്നോ ഇല്ല. അങ്ങനെ മൊത്തം തെറ്റിപ്പോണം, എന്താണെന്നറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഗ്രാൻഡ് ഫിനാലയും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. നിച്ചുകുട്ടൻ പഠിച്ച് ക്ഷീണിച്ചതിന് ശേഷം ടി വി കാണുകയാണ് കേട്ടോ. ഇനി അവനക്ക് ചോറൊക്കെ വാരി കൊടുക്കണം. അവനക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇക്ക വന്നിട്ടുണ്ട്. ഇനി ഇക്ക കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കും കഴിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് വീട്ടിലേക്കൊന്ന് പോയപ്പോൾ എന്നാൽ പിന്നെ ഉമ്മച്ചി തേങ്ങാച്ചോറൊക്കെ വയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വീഡിയോ എടുത്താലോ. തേങ്ങാച്ചോറ് എൻ്റെ ചാനലിൽ ഞാൻ കാണിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. തേങ്ങാച്ചോറിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇക്ക വഴിയിൽ നിന്ന് കഴിക്കുന്നുണ്ട്. ഇക്ക ഷർട്ട് ഇട്ടിട്ടില്ല, അതാണ്ടോ ഫുള്ള് കാണിക്കാത്ത. അപ്പോൾ ഞാനും കഴിക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുക. ഗ്രാൻഡ് ഫിനാലെ കണ്ട് നിച്ചുകുട്ടൻ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉറങ്ങിയില്ല, ഉറങ്ങാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഗ്രാൻഡ് ഫിനാലെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ബൈ.